പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 5 വാക്കുകളാണ് ഇന്ന് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്നുകൊണ്ട് തീർന്നെന്ന് വരികയില്ല. കഴിയാവുന്നിടത്തോളം നമുക്ക് ഓരോ വാക്കുകൾ അല്പം നിർത്തി പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ ഈ 5 വാക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാം, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ അല്പം നിർത്തി പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഒന്നാമത്തെ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വാക്കിൽ ആരംഭിച്ചൊരു പ്രവൃത്തിയിലാണ് അവസാനിക്കുന്നത്. അതല്പം കൂടെ ശ്രദ്ധിച്ചു വായിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു വാക്കിൽ ആരംഭിച്ച് ഒരു പ്രവൃത്തിയിലാണ് അവസാനിക്കുന്നത്. ഉദാഹരണം, വിശ്വാസം എന്നുള്ളത് റോമാലേഖനം വായിക്കുമ്പോൾ അതൊരു വാക്കാണ്, അതൊരു അവസ്ഥയാണ്. റോമലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ്. The just shall live by faith. അപ്പൊ നമ്മൾ വിശ്വാസം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം വിശ്വാസം ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. ഇത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്ന് എടുത്തെഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 1:17. ഇതിന്റെ റൂട്ട് വേർഡ് കിടക്കുന്നത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ വിശ്വാസം എന്താ? റോമാലേഖനത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ വിശ്വാസം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു അവസ്ഥയാണ്. ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടുവേഴ്സ് സംതിങ് എന്ന് പറയാം. ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടുവേഴ്സ് സംതിങ്, ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം, അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിശ്വാസം. പക്ഷേ യാക്കോബിന്റെ ലേഖനം വരുമ്പോൾ നേരെ ആ വാക്ക് തിരിയുക. യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 2:14, സഹോദരന്മാരെ, ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അപ്പം വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുക. അതിന്റെ അടുത്ത 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസം പ്രവൃത്തി ഇല്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. 20-ാമത്തെ വാക്യത്തിൽ വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? 24-ാം വാക്യം, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താൽ അല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. 25-ാം വാക്യം, ഔവണ്ണം രാഹാബിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. എന്നിട്ട് അതിന് ഏറ്റവും അവസാനമായിട്ട് അടിവരയിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു നിർത്തുന്നത് 26-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം എങ്ങനെ നിർജീവമായിരിക്കുന്നുവോ അതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. അപ്പൊ എന്തുവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ആദ്യം വായിച്ചത് എന്താ? വിശ്വാസം, വിശ്വാസം, വിശ്വാസം. അങ്ങ് വിശ്വസിച്ചാൽ മതിയെന്നേ, കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കുക സഹോദരി, വിശ്വസിക്കുക. പക്ഷെ യാക്കോബിന്റെ ലേഖനത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. ദ ആക്ട് ഓഫ് ഫെയ്ത്ത്. എന്താണ്? ദി ആക്ട് ഓഫ് ഫെയ്ത്ത്. അപ്പൊ വാക്കിൽ ആരംഭിച്ച് പ്രവൃത്തിയിൽ അവസാനിക്കുന്നതാണ് വേദപുസ്തകത്തിലെ എല്ലാ കാര്യവും. അങ്ങനെ ഒരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്താണ്? വാക്കിൽ ആരംഭിച്ച് പ്രവൃത്തിയിൽ അവസാനിക്കുന്നു. പ്രാർത്ഥന ഒരു പ്രവൃത്തിയാണ് എന്ന് എബ്രായ വാക്കിൽ പറയുന്നു. അതുകൊണ്ടാണ് നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിനെ മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞു,
മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. ഇന്ന് നമ്മുടെ വാക്യം വായിക്കുന്ന സിസ്റ്റർ ഇല്ലേ, മിനി സിസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഓക്കെ, യോസി ബൈബിളാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, യാചിപ്പീൻ കുഴപ്പമില്ല, ഓരോ തന്നെയാ, ഒന്ന് തന്നെയാ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും, ആസ്ക് സീക്ക് നോക്ക്. ഇത് മൂന്നും പ്രവൃത്തികളാണ്, ഇത് മൂന്നും പ്രവൃത്തിയാണ്. ഇനി അതിൽ നിന്ന് അല്പം ലഘൂകരിച്ചാൽ ആദ്യത്തെ ഒരു വാക്ക് യാചിപ്പീൻ, ആസ്ക് എന്ന വാക്ക് ഒഴിവാക്കിയാൽ ബാക്കി 2 വാക്കുകളും പ്രവൃത്തിയാണ്. ഏതൊക്കെ? അന്വേഷിപ്പീൻ, അത് പ്രവൃത്തിയാണ്. മുട്ടുവീൻ, അതും പ്രവൃത്തിയാണ്. ഇപ്പൊ യാചിപ്പീൻ എന്ന വാക്കിന് മാത്രമേ വാക്കുകളുള്ളൂ. ബാക്കി അന്വേഷിപ്പീൻ അല്ലെങ്കിൽ മുട്ടുവീൻ എന്നുള്ള 2 പ്രവൃത്തികൾക്ക് വാക്കുകളില്ല, അക്ഷരങ്ങളില്ല. അപ്പൊ ദൈവമക്കൾ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കേണ്ടതായ കാര്യം, അതിന്റെ ഡോക്ട്രിൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി യാചിക്കുന്നുവോ അതിൽ ഒരു അന്വേഷണം നിങ്ങൾക്കുണ്ടാകണം. ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിലൊരു അന്വേഷണം ഉണ്ടാകണം. ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നുവോ ആ കാര്യം ദൈവം കാണിച്ചു തരുമ്പോൾ ആ വാതിലിൽ മുട്ടുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇതാണ് പ്രാർത്ഥന. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. സ്തോത്രം, പുറത്തോട്ട് ഇറങ്ങണം. എന്നിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിയുമ്പോൾ ദൈവം ഒരു വാതിൽ കാണിച്ചു തരും. ആ വാതിലിൽ നിങ്ങൾ മുട്ടണം, ആ വാതിലിനെ ദൈവം തുറന്നു തരും. പ്രാർത്ഥന ഒരു പ്രവൃത്തിയാണ്. എന്നാ, ഒരു കൂട്ടിൽ വീണുപോയ ഒരു എലി അതിങ്ങനെ ചുണ്ടുമൊക്കെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കൈയൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഞാനൊരു വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്നൊരു വിശ്വാസിയാണ്, ഞാൻ കൂട്ടിനകത്തായിപ്പോയി. കർത്താവേ, അത്ഭുതം പ്രവർത്തിക്കണം, അത്ഭുതം പ്രവർത്തിക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ആ കമ്പിക്കൊട്ടൊന്ന് കരളുകയും കൂടെ ചെയ്തേ, ആ കമ്പിക്കൊട്ടൊന്ന് കരളുകയും കടിക്കുകയും കൂടെ ചെയ്തേ. അങ്ങനെ ചെയ്തപ്പോൾ ആ കമ്പി മുറിഞ്ഞു പോയി, എലി പുറത്തു വന്നു. സ്തോത്രം. ഇങ്ങനെയാ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എന്തുവേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിനൊരു അന്വേഷണ കുതുകിയായിരിക്കണം. മഴയില്ലാത്ത കാലത്ത് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു കുടയും കൂടെ കൊണ്ടുപോകണം. സ്തോത്രം. അതാണ് പ്രാർത്ഥനയുടെ രഹസ്യം എന്ന് പറയുന്നത്. ഹൗ യുവർ ബോഡി ഈസ് ആക്ടിങ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിനുവേണ്ടി ശരീരത്തെ ഒരുക്കണം. ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ അതിനുവേണ്ടി പഞ്ചേന്ദ്രിയങ്ങളെ തയ്യാറാക്കണം. പ്രാർത്ഥിക്കുന്നവന്റെ വായ ഭൂമിയിലാണെങ്കിൽ കാത് സ്വർഗത്തിലായിരിക്കണം. പ്രാർത്ഥിച്ച വ്യക്തി ഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവരും ഇവരും പറയുന്നത് കേൾക്കരുത്, കാത് സ്വർഗത്തിലായിരിക്കണം. എൻ്റെ ദൈവം പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ. അത് പ്രാർത്ഥനയുടെ നിയമമാണ്. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ഉത്തരവും. അപ്പം പ്രാർത്ഥന ഒരു പ്രവൃത്തിയാണ് എന്ന് ഗ്രഹിക്കണം. അപ്പൊ ഒന്നാമത്തെ പ്രവൃത്തി എന്താ? ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പലാൽ. പലാൽ എന്ന് പറയും. ഞാനിവിടെ ചാറ്റിൽ എഴുതാം, നിങ്ങളത് ശ്രദ്ധിച്ച് അത് നോക്കി എഴുതുക. വാക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചാറ്റിൽ കിട്ടിയല്ലോ. പലാൽ. അത് ഞാൻ മുമ്പേ പറഞ്ഞു അല്ലേ, എന്റെ സ്വരശാസ്ത്രം, സ്വരം ശ്രദ്ധിക്കുക. പലാൽ, പലാൽ അല്ല, പലാൽ. പലാൽ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ലിറ്ററൽ മീനിങ് സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി. എന്താണ് പ്രാർത്ഥന? അത് പലാൽ ആണ്.
അതിന്റെ അർത്ഥം സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി. ഈ അർത്ഥം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ വാക്ക് അതിന്റെ റൂട്ട് വേർഡ്, അതിന്റെ പ്രിമിറ്റീവ് ലാംഗ്വേജ്, അതിന്റെ റൂട്ട് വേർഡ് പൽ എന്നൊരു വാക്കാണ്. പൽ, PL, പൽ. അത് വായിക്കുന്ന പൽ എന്ന. അപ്പൊ അത് രണ്ടക്ഷരമാണ്. ഒരക്ഷരം നമ്മൾ നോക്കിയാൽ മൗത്ത് പോലെ ഇരിക്കും, വാ പോലെ ഇരിക്കും. കേട്ടെ ഇങ്ങോട്ട് നോക്കിയോ. ഒന്നാമത്തെ അക്ഷരം പ, ആ വാക്ക് വാ പോലെ ഇരിക്കും, മൗത്ത്, വായ. രണ്ടാമത്തെ അക്ഷരം സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വടി. അപ്പൊ ഈ രണ്ട് അർത്ഥവും കൂടെ വെച്ചാണ് മൗത്ത്, സ്പീക്കിംഗ്, സ്റ്റാഫ് അല്ലെങ്കിൽ വടി, അതോറിറ്റി. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പം പലാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി. ഇപ്പൊ പ്രാർത്ഥന ഉന്നതനായ ദൈവത്തോട് സംസാരിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. അതിന് അതോറിറ്റി ഉണ്ട്, അതിന് ശബ്ദമുണ്ട്. അതാണ് പലാൽ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാർത്ഥന ഉന്നതനായ അധികാരിയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഡു ആൻഡ് ഡോൺസ് ഉണ്ട്, അല്ലേ? നമുക്ക് പിണറായി വിജയനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എങ്ങനെ ഒരുങ്ങും? അന്ന് നമ്മൾ പുതിയൊരു സോപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് 2 പ്രാവശ്യം കുളിക്കും. നല്ല ഒരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്ന് ആ ഡ്രസ്സ് ഉപയോഗിക്കും. പുരുഷന്മാരാണെങ്കിൽ ഷേവ് ചെയ്യണമെങ്കിൽ ഷേവ് ചെയ്യും, കറപ്പടിക്കണമെങ്കിൽ കറപ്പടിക്കും, അല്ലെ? മുടിയൊക്കെ ചീതി ഒന്ന് ഒതുക്കും. ആ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട്, കുട്ടിക്കൂറ പൗഡറും ഒക്കെ ഇട്ട്, കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് എത്രത്തോളം ഒരുങ്ങാവോ ഇടയ്ക്കിടയ്ക്ക് ഷർട്ടൊക്കെ ഒന്ന് വലിച്ചു പിടിച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമ്മൾ നിൽക്കും. ഒരു പ്രത്യേകതയില്ലേ ഇന്നലത്തേക്കാൾ, അല്ലെ? ഒരു പ്രത്യേകത, ഒരു VIP കാണാൻ അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോവുക. അപ്പം നമ്മുടെ ശരീരം ഒരുങ്ങി, വാക്കുകൾ പറയാനായിട്ടൊന്ന് ട്രെയിൻ ചെയ്തു. ആ വാക്കുകൾ വീട്ടിലിരുന്നൊന്ന് പറഞ്ഞു നോക്കി, പോകുന്ന വഴിക്കൊന്ന് പറഞ്ഞു നോക്കി, പിന്നെ എങ്ങനെ കൈ കൊടുക്കേണ്ടതെന്നൊന്ന് മനസ്സിലൊന്ന് ട്രെയിനിങ് കഴിഞ്ഞു. നമ്മളെല്ലാം കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയ ഒരു VIP കാണാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ നമ്മൾ പോകുന്നു. ഒരുങ്ങിയോ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ നമ്മൾ ഒരുങ്ങി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ നമ്മൾ പോയിരിക്കുകയാണ്. ഇതുപോലെയാണ് പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ ഒരു ദൈവ പൈതൽ പോയി നിൽക്കുന്നത്. പക്ഷെ നമ്മളിതെല്ലാം അങ്ങ് നശിപ്പിച്ചു. എന്നോട് പണം കരുത്, പെന്തക്കോസുകാരാ പ്രാർത്ഥന നശിപ്പിച്ച കൂട്ടരിൽ മുഖ്യധാരയിലുള്ളവർ. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടു, വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയ ഞങ്ങളുടെ കർത്താവെ സഹായിക്കണമേ എന്ന്. നമ്മളത് കേട്ടാൽ അവർക്ക് ഉരുൾപൊട്ടലിൽ കർത്താവ് ഒഴുകിപ്പോയെന്ന്. വെന്റിലേറ്ററിലായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഗൾഫിൽ ജോലി ഇല്ലാതിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ. നമ്മുടെ ആളുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാക്കുകളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ആവശ്യത്തിലും അനാവശ്യത്തിലും അല്ലേലിയായും സ്തോത്രവും. പ്രാർത്ഥന എപ്പിസ്കോപ്പൽ ചർച്ചിനോട് പഠിക്കണം. എപ്പിസ്കോപ്പൽ ചർച്ചസ് പ്രാർത്ഥിക്കുന്നത്, പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നത് ദൈവമക്കൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥന ഉഴപ്പിക്കളയരുത്. ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം, ഉച്ചാരണം ശ്രദ്ധിക്കണം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കണം. നമുക്ക് തന്നെ നാം തന്നെ നമ്മോട്, ഞാൻ എൻ്റെ ദൈവത്തോട് കരയാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക, സംസാരിക്കാൻ പോവുകയാണെന്ന് നാം നമ്മോട് തന്നെ ഒരു 2 പ്രാവശ്യം പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള പ്രാർത്ഥനയല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ പ്രയറാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ പ്രയർ. ഇപ്പൊ ഡു ആൻഡ് ഡോൺസ് ഉണ്ട് പ്രയറിൽ. എന്താ ഡു ആൻഡ് ഡോൺസ്? റെസ്പെക്ട് ഗോഡ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1:6 വായിച്ചേ. 1:6
പിന്നെ 1:6 വായിച്ചിട്ട് 1:8, 1:9, ഈ 3 റെഫറൻസ് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1:6, 1:8, 1:9. ഞാൻ അപ്പൻ എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ഇതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ ശിക്ഷ നിന്നുമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 1:9. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഈ വാക്യം കുറെ ആവർത്തി ഇരുന്ന് വായിക്കണം. വേർ ഈസ് ദ ഓണർ? വേർ ഈസ് ദ റെവറൻസ്? വേർ ഈസ് ദ റെസ്പെക്ട്? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? യജമാനനെങ്കിൽ ഭക്തി എവിടെ? കണ്ണ് പൊട്ടിയതിനെ നിങ്ങൾ അർപ്പിക്കൂ, ഞാനത് സ്വീകരിക്കും, അത് ദോഷമല്ല. ദീനമുള്ളതിനെ അർപ്പിക്കൂ, അത് ഞാൻ സ്വീകരിക്കും, അതും ദോഷമല്ല. പക്ഷെ ദേശാധിപതിക്ക് സമർപ്പിക്കൂ, അവനത് സ്വീകരിക്കത്തില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. അപ്പം ഡു ആൻഡ് ഡോൺസ് പ്രയറിലുണ്ട്. ഞാൻ പിന്നീട് പറയാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അകത്ത് ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവോയ്ഡ് ചെയ്യേണ്ട 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യം പ്രാർത്ഥനയിൽ അവോയ്ഡ് ചെയ്യണം എന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. വാടിയ മുഖം കാണിക്കരുത്, ജൽപ്പനം ചെയ്യരുത് എന്ന് പറയപ്പെടുന്ന, പബ്ലിക്കലി പ്രാർത്ഥിക്കരുത്, നിങ്ങൾ 4 ആളുകൾ കാണാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന 4 കാര്യങ്ങൾ. ഇത് പിന്നീടുള്ള ക്ലാസ്സിൽ ഞാൻ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിട്ടുകളയാം. അപ്പം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനാണ് പോസ്റ്റേഴ്സ് ഓഫ് പ്രയർ എന്ന് പറയുന്നത്. പോസ്റ്റേഴ്സ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ഭാവങ്ങളുണ്ട്. അങ്ങനെ വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ പലാൽ എന്ന ആദ്യത്തെ റൂട്ട് വേർഡ് മനസ്സിലാക്കുക. സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി, ഉന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു രാജാവിനോട് പറയുന്നതിനേക്കാൾ, ദേശാധിപതിയോട് സംസാരിക്കുന്നതിനേക്കാൾ, സകലത്തെയും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തോട് ബന്ധപ്പെടുന്ന കലയാണ് പ്രാർത്ഥന. അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ദൈവത്തോട് പൂർണ്ണ ബഹുമാനം കാണിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. അതാണ് പലാൽ എന്ന വാക്ക്. ഇനി അതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. പലാൽ എന്ന വാക്കിന്റെ മറ്റൊരു പ്രവൃത്തിയാണ് പക് ആ എന്ന് പറയും. പക് ആ, അത് 2ാമത്തെ വാക്കല്ല. അതിൻ്റെ അകത്ത് തന്നെയുള്ള, പലാൽ എന്ന വാക്കിനകത്ത് തന്നെയുള്ള ഒരു പ്രവൃത്തി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ റൂട്ട് വേർഡിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ എഴുതുന്നു, ആ വാക്ക് ശ്രദ്ധിക്കുക. പക് ആ എന്ന് പറയും. അതിന്റെ ഉച്ചാരണം പക് ആ. കിട്ടിയോ ആ വാക്ക്? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, കിട്ടിയോ? ഓക്കെ. പക് ആ, പക എന്ന് തോന്നും, പക്ഷെ അതിൻ്റെ അകത്തൊരു ചെറിയ ഹൈഫനിട്ട പക എന്നെഴുതും. പക എന്ന വാക്ക് സാധാരണഗതിയിൽ ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് പഴുക്കാത്ത അത്തിക്കായ്ക്ക് വേണ്ടിയാണ്. പഴുക്കാത്ത അത്തിക്ക, ബേത് ഫഗ എന്ന് കേട്ടിട്ടില്ലേ? ഒരു സ്ഥലത്തിന്റെ പേരാ ബേത് ഫഗ. അത് തന്നെ. ഇതെല്ലാം ഒരേ വാക്ക് തന്നെ, ഒരൊറ്റ വാക്കിൽ നിന്ന് പോകുന്നതാണ്.
ബേത്ഫഗ. അപ്പൊ ഈ പക് ആ എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനരഹിതമായത്, പൂർണ്ണ രൂപത്തിൽ എത്താത്തത്, യാതൊരു ഗുണവും ഇതിനെ കൊണ്ടില്ലാത്തത് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നതാണ് പക് ആ എന്ന വാക്ക്. പ്രയോജനരഹിതമായത്. ഇനി അത് കാരണം അത്തിക്കായാണ്, പക്ഷെ അത് പഴുത്തില്ല, പഴുക്കാതെ വീണ് കിടക്കുന്നു. ഇനി അത് പഴുപ്പിച്ചാലും ഗുണമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷത്തിൽ എത്തി നിൽക്കുന്നതിനാണ് പക് ആ എന്ന് പറയുന്നത്. ഇത് പ്രാർത്ഥനയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രയോജനരഹിതമായതിനെ പ്രാർത്ഥനയിൽ കൂടെ പ്രയോജനപ്രദമാക്കുവാൻ കഴിയും എന്നുള്ളതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നോട് ഞാൻ പറയാം, പ്രയോജനരഹിതമായതിനെ പ്രയോജനപ്രദമാക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതാണ് പക് ആ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സ്തോത്രം. പലാൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന, വേദോസത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യത്തില് ആ റെഫറൻസ് എഴുതിക്കും. ആൽ എന്ന വാക്ക് തിരുവചനത്തിൽ ഉപയോഗിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്നെഴുതിയിരിക്കുന്നു. ഒരു വിധവ ഒരു ന്യായാധിപനെ കാണാൻ വരിക. പക്ഷെ ന്യായാധിപൻ അനീതിയുള്ള ഒരു വ്യക്തിയാണ്, ആരെയും കൂസാക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം ന്യായാധിപൻ ന്യായാസനത്തിൽ ഇരിക്കുകയാണ്. അതിൻ്റെ ഔട്ടർ കോർട്ടിൽ ധാരാളം ആളുകൾ അവരുടെ നിവേദനവുമായിട്ട് വരും. അവരുടെ വേദനകളുമായി, അവരുടെ ആവശ്യങ്ങളുമായി, അവരുടെ പ്രാർത്ഥനകളുമായി ഈ ഔട്ടർ കോർട്ടിൽ വരും. എന്നിട്ട് അവരുടെ നിവേദനങ്ങൾ അവിടെ പറഞ്ഞതിന് ശേഷം ഒരൊറ്റ കിടപ്പ അവിടെ ഔട്ടർ കോർട്ടില് നീണ്ടു നിവർന്ന് മുഖം പോലും ഉയർത്താതെ, മുഖം നിലത്തേക്ക് അടുപ്പിച്ച് പിടിച്ച് ഒരൊറ്റ കിടപ്പ് അവിടെ അങ്ങ് കിടക്കും. എപ്പോ വരെ കിടക്കും? ഈ ന്യായാധിപൻ ആ കിടക്കുന്നയാളിനെ വിളിക്ക് എന്ന് പറയുന്നത് വരെയും അവരങ്ങനെ അങ്ങ് കിടക്കും. അങ്ങനെ കിടക്കുന്നതിന് പറയുന്ന പേരാണ് പലാൽ, സ്പീക്കിംഗ് ടു ദി ഹയർ അതോറിറ്റി. എഴുന്നേക്ക്, നിന്നെ വിളിക്കുന്നു, ന്യായാധിപൻ നിന്നെ വിളിക്കുന്നു. ആരാണ് ന്യായാധിപൻ? നിനക്ക് ജീവൻ തരുവാനും നിന്നെ കൊല്ലുവാനും അധികാരമുള്ള ആള്. അതുകൊണ്ടാണ് കോർട്ട് ഭാഷയാണല്ലോ ലോഡ്, കോർട്ട് ഭാഷയാണ് പ്രയർ. ഒരു ന്യായാധിപനോടുള്ള നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് പറയുന്ന കോർട്ട് ഭാഷയാണ് പ്രയർ. കോർട്ടിൽ ചെന്നാൽ പ്രയറാ ചെയ്യുന്നത്. കോർട്ടിൽ ഇരിക്കുന്ന ആളാരാ? കർത്താവ്, ലോഡ്. എന്താ ലോഡ് എന്ന വാക്കിന്റെ അർത്ഥം? നിങ്ങളെ വിട്ടയപ്പാനും നിങ്ങളെ ശിക്ഷിക്കുവാനും അധികാരമുള്ള ആളാണ് ലോഡ്. അത് കോർട്ടിൽ ഇരിക്കുന്ന ആളാണ്. നമ്മൾ ചെയ്യുന്ന ആളാ എന്താ? നമ്മൾ പ്രയർ ചെയ്യുക, പ്രേ. അപ്പൊ ഈ ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവ വന്ന് വീണ് കിടക്കുന്നതിന് പറയുന്ന പേരാണ് പലാൽ. സ്തോത്രം. മറുപടി കിട്ടുന്നത് വരെയും വീണ് കിടക്കുക, എഴുന്നേറ്റ് പോകാൻ സാധ്യമല്ല. എനിക്ക് ഈ വിഷയത്തിന്റെ മറുപടി കിട്ടിയേ പറ്റൂ. ന്യായാധിപൻ എത്രമാത്രം അനീതിയുള്ളവനാണെങ്കിലും എൻ്റെ വിഷയത്തിനൊരു പരിഹാരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അതാണ് പലാൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഈ ന്യായാധിപൻ ഇവരെ ചവിട്ടിയിട്ട് ഇവരുടെ പുറത്ത് പോകത്തുമില്ല. ഇങ്ങനെ വീണ് കിടക്കുന്ന സകലരെയും അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ ന്യായാധിപൻ പോകാറുള്ളൂ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടും എന്ന് വേദപുസ്തകം നമ്മോട് പറയുകയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രവൃത്തിയാണ് പക് ആ എന്ന് പറഞ്ഞാൽ പ്രയോജനരഹിതമായ ഏതൊന്നിനെയും പ്രയോജനപ്രദമാക്കുവാൻ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് കഴിയും എന്ന് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് പക് ആ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ
എ ചാൻസ് ടു എൻകൗണ്ടർ. കേട്ടെ കേട്ടെ, എ ചാൻസ് ടു എൻകൗണ്ടർ. ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിനുള്ള ഒരു അവസരം അവിടെ ലഭിക്കുക. കേടായ ഒരു വസ്തു നന്നാക്കുന്നത് പോലെ. കേടായ ഒരു വസ്തു നന്നാക്കുന്നത് പോലെ. നമ്മുടെ ഒരു വാഹനം കേടായി കഴിഞ്ഞാൽ ഞാൻ അതിൽ ഒത്തിരി പരിശ്രമിച്ചു, പക്ഷെ പ്രയോജനപ്പെട്ടില്ല. അതിൻ്റെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നു. ആ മെക്കാനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ബോണറ്റ് തുറന്ന് 5 മിനിറ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ട് ഏതൊക്കെയോ ഒരു കാര്യം ചെയ്തു, സ്റ്റാർട്ടാക്കിക്കോളാൻ പറഞ്ഞപ്പോൾ വണ്ടി അങ്ങ് സ്റ്റാർട്ടാകുക. അതിന് പറയുന്ന പേരാണ് പ്രയോജനരഹിതമായത് പ്രയോജനപ്പെടുത്തുക, എൻകൗണ്ടർ കിട്ടുക. സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, എന്നെ ഒന്ന് തൊടണമേ. എന്നെ ഒന്ന് തൊടണമേ. ആര് തൊടണം? ഉടമസ്ഥൻ തൊടണം. സ്തോത്രം. 12 വർഷമായി രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീ, പുറത്തിറങ്ങാൻ കഴിയാത്ത സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ സ്ത്രീയെ, അശുദ്ധിയായ സ്ത്രീയെ നിർബന്ധവശാൽ പുറത്തിറങ്ങി ഇവളിങ്ങനെ നടക്കുമ്പോൾ അന്നത്തെ കാലത്തെ ഈ അശുദ്ധിയായ സ്ത്രീകള് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വാക്കുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ ഇവർ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വാക്കുണ്ട്, ടമീം 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 എന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അശുദ്ധയാണ്, ഞാൻ അശുദ്ധയാണ്, മാറിപ്പോവും, എന്നെ തൊട്ടാൽ നിങ്ങൾ അശുദ്ധരാകും. അപ്പൊ ഈ വാക്ക് കേൾക്കുമ്പോൾ ആളുകളെല്ലാം മാറിപ്പോകും. പക്ഷേ ഈ ടമീം, അശുദ്ധിയാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരാളിനോട് അങ്ങ് ചേർന്ന് നിൽക്കുക. തൊടാവുന്ന പരുവത്തിൽ, കയ്യെത്താവുന്ന പരുവത്തിൽ, തൻ്റെ ശരീരത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥത പറയുന്നത് എന്തെന്നുള്ള ആ വാക്കുകളും ചുറ്റുപാടുകളെല്ലാം മറന്ന് യേശുവിനോട് ചേർന്ന് അവൾ നിൽക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് അവളുടെ കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. മലയാളം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടെന്ന്. തൊങ്ങൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? ഈ കർത്താവായ യേശു ക്രിസ്തു റബ്ബിയായിരുന്നു. അപ്പൊ റബ്ബി തുന്നലില്ലാത്ത, തയ്യലില്ലാത്ത ഗൗണാ ധരിക്കുന്നത്. വലിയ ഗൗണ്, കഴുത്ത് മുതല് പാദം വരെ നീട്ടി ഉള്ള ഒരു ഗൗണാ സാധാരണ ധരിക്കുന്നത്. അതിന് തയ്യലില്ല, തയ്ച്ചെടുക്കുക, ഒറ്റയടിക്ക് തയ്ച്ചെടുക്കുക, കൂട്ടിച്ചേർക്കാത്തത്. അപ്പൊ എന്നിട്ട് അതിന്റെ വിളിമ്പിൽ, ഈ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തോറായിലെ വാക്യങ്ങൾ, വചനങ്ങൾ എഴുതി വെക്കും, എംബ്രോയിഡറി ചെയ്തു വെക്കും. അപ്പൊ അതിന്റെ നൂലിങ്ങനെ പൊങ്ങിയിരിക്കും, അതിന്റെ നൂല് പൊങ്ങിയിരിക്കും, ഈ റബ്ബിമാര് ധരിക്കുന്ന വസ്ത്രം. അപ്പൊ ആ വസ്ത്രത്തിൽ തോറ തുന്നിച്ചേർക്കുമ്പോൾ, വചനങ്ങൾ തുന്നിച്ചേർക്കുമ്പോൾ ആ തുന്നിച്ചേർക്കുന്ന നൂലുകൾ പൊങ്ങിയിരിക്കും. അതിലാണ് ഈ സ്ത്രീ തൊടുന്നത്. അതിനാ തൊങ്ങല് തൊട്ടു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. സാക്ഷാൽ ഈ സ്ത്രീ തൊട്ടത് എവിടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ശക്തിയുള്ള വചനത്തിലാണ് ഈ സ്ത്രീ തൊടുന്നത്. ഉടനെ ശക്തി പുറപ്പെട്ടു. ആരിൽ നിന്നാ ശക്തി പുറപ്പെട്ടത്? യേശുവിങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നിങ്ങൾ ഈ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തെ ഒന്ന് സ്പർശിച്ചേ, അതിന്റെ ഉടമസ്ഥനിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കും. ഇത് വേദപുസ്തകത്തിന്റെ ഗ്യാരണ്ടി. സ്തോത്രം. അതാണ് പ്രാർത്ഥന. വൺ ഐ വാസ് യൂസ്ഫുൾ. ഞാൻ ഒരിക്കൽ പ്രയോജനമുള്ളതായിരുന്നു. എൻ്റെ സമൂഹത്തിന്, എൻ്റെ വീട്ടിന്, എൻ്റെ ഓഫീസിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക് ഞാൻ ഒരിക്കൽ യൂസ്ഫുൾ ആയിരുന്നു, പ്രയോജനമുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ യൂസ്ലെസ് ആണ്. പഴുക്കാത്ത അത്തിക്ക പോലെ പ്രയോജനരഹിതമാണ്. എന്നെ ആർക്കും വേണ്ട. എൻ്റെ ഓഫീസിന് എന്നെ വേണ്ട. എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. എൻ്റെ സമൂഹത്തിന് എന്നെ വേണ്ട. എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട.
ഞാൻ പ്രയോജനരഹിതമായി തീർന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ യേശുവിനോട് ചേർന്ന് നിന്ന് കൈ നീട്ടി തൊടുക. അവങ്കൽ നിന്ന് ശക്തി പുറപ്പെടും. നിങ്ങൾ എങ്ങനെയായിരുന്നോ പൂർവാവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങി വരും. അതിന് പറയുന്ന പേരാണ് പറഞ്ഞേ 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 സ്തോത്രം. ഈ കുതിര ഉപയോഗശൂന്യമായാൽ, നല്ല കുതിരയെ ഓടുകയും ചാടുകയും റേസിന് കൊണ്ടുപോവുകയും അതിന് സമ്മാനം മേടിക്കുകയും ഒക്കെ ചെയ്ത നല്ല ശക്തിയുള്ള കുതിരയുണ്ട്. പക്ഷെ ആ കുതിരയുടെ കാലൊടിഞ്ഞെന്ന് വിചാരിച്ചേ, നല്ലൊരു കുതിരയാണ്, പക്ഷെ ഇതിന്റെ കാലൊടിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള കുതിരയ്ക്ക് പറയുന്ന ഒരു പേരുമുണ്ട് ഇംഗ്ലീഷിൽ. അലിസാനിക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ള കുതിരയ്ക്ക് പറയുന്ന പേരുമുണ്ട്. അത് ഈ പ്ലാറ്റോയിൽ പോലും പറയാൻ പറ്റിയല്ല. നല്ല കുതിരയാ, പക്ഷേ അല്പം പ്രയോജനരഹിതമായാൽ ആ കുതിരയ്ക്ക് നമ്മുടെ സമൂഹം ഇട്ടിരിക്കുന്ന പേര് ഒരു പ്ലാറ്റോയിൽ പോലും പറയാൻ പറ്റില്ല. ആ കുതിര പിന്നെ വെടിവെച്ച് കൊല്ലുക ചെയ്യുന്നു. കുതിരയെ വെടിവെച്ച് കൊല്ലും. അതുപോലെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതം. സ്തോത്രം. നമ്മൾ ഇന്ന് സമൂഹത്തിനൊക്കെ നല്ല പ്രയോജനമാണ്. നമ്മുടെ കാശുണ്ടെങ്കിൽ, നമുക്ക് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാകണമെങ്കിൽ കാശ് വേണം. ഏത് വണ്ടിയിലാ വരുന്നെന്ന് നോക്കിയാ നമുക്ക് കസേര കിട്ടുന്നത്. സ്തോത്രം. സിയോളില് ഒരു യോഗത്തിന് ചെന്നപ്പോൾ ഞാനവിടെ അതിഥിയായിരുന്നു. പക്ഷേ അവിടെ മാന്യമായി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, 3 ദിവസം ഞാൻ പുറത്ത് താമസിക്കേണ്ടി വന്നു. സ്തോത്രം. അവിടെ ഞാൻ ഏത് മീറ്റിങ്ങിന് പോയോ അതേ ആള് തന്നെ കോട്ടയത്ത് വന്നപ്പോ, പോളിയോങ്ങിച്ചയുടെ കാര്യമാണ് ഈ പറയുന്നത്. കോട്ടയത്ത് മീറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹവും ഗുഡ് ന്യൂസിന്റെ ചെയർമാൻ കൂടെ കൂടി എനിക്ക് ഡോക്ടറേറ്റ് തന്നു. സ്തോത്രം. എനിക്കും ഡോക്ടർ PG വർഗീസിനും റാന്നിയിൽ ഒരു ദേവദാസൻ ബാബു ജോർജ്, ഞങ്ങളെ 3 പേർക്കും ആ വേദിയിൽ വെച്ച് ഡോക്ടറേറ്റ് തന്നു. ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒത്തിരി വർഷം മുമ്പാ. എന്നെ ഏത് യോഗത്തിന് എനിക്ക് കസേര തന്നില്ലേ, ആ മനുഷ്യൻ എനിക്ക് ഡോക്ടറേറ്റ്. കുശുംബന്മാരൊരു അല്ലേലിയ പോലും പറയുന്നില്ലല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യണം? ഏലിയ ഒരിക്കൽ പറഞ്ഞു, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. ആ മനുഷ്യന്റെ പ്രാണൻ ആ ശരീരത്തിൽ കയ്പായി പോയി. എനിക്കിനി ജീവിക്കണ്ട, ആത്മഹത്യ എന്റെ മുൻപിലുള്ളൂ, എന്റെ പ്രാണനെ എടുക്കണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പിന്നീട് എന്തായി തീർന്നെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന് ദൈവം ഭക്ഷണം നേരിട്ട് വിളമ്പിക്കൊടുത്തു. ദൂതന്മാരെ അയച്ച്, കാക്കകളെ അയച്ച്, വിധവയെ അയച്ചു. ഏലിയാവിന് എത്ര പ്രാവശ്യം ഭക്ഷണം കിട്ടിയെന്ന് അറിയാമോ മോളി സിസ്റ്ററെ? സ്തോത്രം. എത്ര പ്രാവശ്യം ഭക്ഷണം കിട്ടി? ദൂതന്മാര് 2 പ്രാവശ്യം ഭക്ഷണം കൊടുത്തു. 2 പ്രാവശ്യം ഭക്ഷണം കൊടുത്തു. ആദ്യം ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണത്തിന്റെ ബലം കൊണ്ട് കിടന്നുറങ്ങി. രണ്ടാമതും ഭക്ഷണം കൊടുത്തു, ആ ഭക്ഷണം കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു. കാക്ക തനിക്ക് ഭക്ഷണം കൊടുത്തു, വിധവ ഭക്ഷണം കൊടുത്തു. സ്തോത്രം. രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ലോകം കണ്ടിട്ടുള്ള വലിയ മനുഷ്യരുടെ നിരയിൽ പ്രവാചക വരേണ്യനായ ഏലിയാവിന്റെ ചരിത്രത്തെ ദൈവാത്മാവ് എഴുതി ചേർത്തു. പ്രയോജനരഹിതമായതിനെ പ്രയോജനപ്പെടുത്തുന്ന നമ്മുടെ സ്വർഗത്തിലെ വലിയ ദൈവം. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം. എന്നാ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ബെരഖീം നെഫസീം യറ്റ് അഡ്നായി. സ്തോത്രം.
തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. പൂർവശക്തിയോടുകൂടെ, സ്തോത്രം, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും എന്ന് വേദപുസ്തകം പറയും. സ്തോത്രം, 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 സ്തോത്രം. അപ്പോ പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വാക്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഇസ്രായേലിലെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തും, ഒറ്റ ദിവസം കൊണ്ട് കത്തും, മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയുവോളം അത് കത്തും. സ്തോത്രം. ഇസ്രായേലിലെ പരിശുദ്ധൻ ഒരു തീയായിരിക്കും. ആദ്യം അതൊരു വെളിച്ചമായിരിക്കും, ആ വെളിച്ചം തീയായിരിക്കും, ആ തീ ഒരു ജ്വാലയായി മാറും, അത് ഊർജ്ജസ്വലതയോടെ കത്തിക്കരിക്കുന്ന ഒരു വലിയ ജ്വാലയായി മാറും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രയോജന ഇല്ല എന്ന് വിചാരിക്കുന്നതിനെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, He gives beauty for ashes. He gives beauty for ashes. അവൻ, ആ വാക്യം എങ്ങനെ മലയാളത്തിൽ, വെണ്ണീറിന് പകരം അലങ്കാരമാല കൊടുക്കുന്ന ദൈവം. വെണ്ണീറിന് പകരം അലങ്കാരമാല കൊടുക്കുന്ന നമ്മുടെ ദൈവം. വെണ്ണീർ എന്നാ? ചാരം. ചാരമുള്ള സ്ഥലത്തെ എന്തായിരിക്കും? അലങ്കാരമാല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ബ്യൂട്ടി ഫോർ ആഷസ്. അലങ്കാരമാലയായി അതിനെ തിരിച്ചു തരുവാൻ കഴിയുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം. എൻ്റെ മനസ്സിൽ ധാരാളം റൂട്ട് വേർഡുകൾ വരുന്നുണ്ട്. ഈ ചാരത്തെ എങ്ങനെയാ അലങ്കാരമാലയാക്കുന്നതെന്ന് റെഡീം എന്നുള്ള പദം പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ റൂട്ട് വേർഡുകളാണല്ലോ പഠിക്കുന്നത്. റൂട്ട് വേർഡുകൾ പഠിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഗോയീം എന്നൊരു പദമുണ്ട്. ഗോയീം, ഗൊലി എന്നുള്ള വാക്കിന്റെ നൗണാണ് ഗോയൽ. ഗോയൽ നമുക്ക് ഹിന്ദിക്കാരുടെ ഇടയിലുണ്ട് ഗോയൽ, പക്ഷെ അത് ആ സ്പെല്ലിംഗ് അല്ല ഇത്, പക്ഷെ ഉച്ചാരണം അത് തന്നെ. എന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ഇയ്യോബ് പറഞ്ഞു. എന്റെ വീണ്ടെടുപ്പുകാരൻ. ഈ വീണ്ടെടുപ്പുകാരൻ എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? എന്റെ റിഡീമർ, എന്റെ വീണ്ടെടുപ്പുകാരൻ. ആ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് എവിടെ നഷ്ടപ്പെട്ടു പോയോ ആ നഷ്ടപ്പെട്ട സ്ഥലത്ത് ചെന്ന് അതിനെ തിരികെ വാങ്ങി എനിക്ക് കൊണ്ടുതരുന്ന ആളിനെ പറയുന്ന പേരാണ് ഗലീം, റെഡീമർ. അതാ ഇയ്യോബ് പറഞ്ഞത്. സ്തോത്രം. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ എന്താണ് നഷ്ടപ്പെട്ടത്? എൻ്റെ ആരോഗ്യമാണോ? എൻ്റെ പ്രോപ്പർട്ടി ആണോ? എൻ്റെ മക്കളാണോ? എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കൂമ്പാരം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതെല്ലാം നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ പ്രോപ്പർട്ടി, ഐ ലോസ്റ്റ് മൈ ഹെൽത്ത്, ഐ ലോസ്റ്റ് മൈ ചിൽഡ്രൻ, എവറിങ് ഐ ഹാവ്, ഐ ലോസ്റ്റ് എവറിങ്. പക്ഷെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അത് എവിടെ നഷ്ടപ്പെട്ടോ ആ നഷ്ടപ്പെട്ട സ്ഥലത്ത് ചെന്ന് അതിനെ വീണ്ടെടുത്ത് എനിക്ക് തിരികെ തരുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതാണ് ഗലീം, ഗോയേൽ എന്ന വാക്ക്. സ്തോത്രം. ഇപ്പൊ പക എന്ന വാക്കിന്റെ മുഴുവൻ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ തീരുകയില്ല. സ്തോത്രം. നഷ്ടപ്പെട്ടതിനെ, പ്രയോജനരഹിതമായതിനെ തിരികെ തരാൻ കഴിയുന്ന ശക്തിക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ആരോഗ്യമാണോ? മക്കളാണോ? കഴിവുകളാണോ? പ്രാപ്തിയാണോ?
സഭയിലെ ആളുകളാണോ? എന്താണ് നഷ്ടപ്പെട്ടത്? അതിന്റെ ഒരു പേര് ഒന്ന് പറഞ്ഞേ. അതിനെ തിരികെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം.